ശ്യാമ, ഈ മൃഗശാലയിൽ നിന്ന് 3 കുരങ്ങുകൾ ചാടിപ്പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കും കുരങ്ങുകൾ ചാടിപ്പോയതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നതെന്ന്. പക്ഷെ നേരത്തെയും കുരങ്ങുകൾ ചാടിപ്പോയിട്ടുണ്ട്. ആ കുരങ്ങുകൾ തന്നെയാണോ ചാടിപ്പോയത്? നമുക്ക് പ്രധാന മൃഗശാലയിൽ നിന്ന് മൃഗങ്ങൾ ചാടിപ്പോകുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതിന് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ആ കുരങ്ങുകളെ? ഇത് കഴിഞ്ഞ ജൂണില് ഒരു കക്ഷി അവിടുന്ന് ചാടി. അവിടുന്ന് ചാടിപ്പോയി. അതൊരു ഹനുമാൻ കുരങ്ങാണ്. ഹനുമാൻ കുരങ്ങ്. അപ്പൊ ഇത് ഈ 3 എണ്ണം ഹനുമാൻ കുരങ്ങാണ് ചാടിപ്പോയി. ഹനുമാൻ കുരങ്ങാണ് കഴിഞ്ഞ പ്രാവശ്യം ജൂണിൽ ചാടിയത്. ആ ചാടിയ കക്ഷി നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് മൊത്തവും കറങ്ങി. അവിടെ പോയി. സെക്രട്ടറി പോയി, പാളയത്തൊക്കെ പോയി, ഈ തിരുവനന്തപുരം സിറ്റിയുടെ അങ്ങോളം ഇങ്ങോളം എല്ലാം അത് കറങ്ങി നടന്നു. അതിന്റെ പുറകെ ഈ മൃഗശാലക്കാരും ജീവനക്കാരും കറങ്ങി നടന്നു ഇതിനെ പിടികൂടാൻ. അപ്പോ ഇത് പ്രാക്ടിക്കൽ അല്ല. ഏതാ? മയക്കുവെടി വെക്കുക. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് ചാടും. അത് അപ്പുറോ ഇപ്പുറോ ചാടും. അത് അവസാനം തറയിൽ വീഴും. അതിന്റെ ജീവഹാനി ഉണ്ടാകും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഇത് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തും അവിടെ ഇവിടെയും ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തും എല്ലാം കറങ്ങി നടന്ന് ഈ ജീവനക്കാരെ ഈ സിറ്റി മൊത്തം നടന്ന് കാണിച്ചു. വണ്ടിയിൽ പോലും പോകാൻ പറ്റൂല. രാത്രിയിൽ അത് പോയി എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കും. ഇവരും അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നത്, ഇന്ന് മൃഗശാല അവധിയാണ്. തിങ്കളാഴ്ച തുറക്കില്ല, തിങ്കളാഴ്ച പ്രവർത്തിക്കത്തില്ല. അപ്പോ ഇന്ന് പിന്നെ നമ്മുടെ കാഴ്ചക്കാർക്ക് പ്രവേശനമില്ല. അപ്പോ ഇന്ന് രാവിലെ ഈ ജീവനക്കാർ അവിടെ വന്നപ്പോൾ ഈ മൃഗശാലയിലെ 3 കുരങ്ങുകൾ ചാടിപ്പോയി. അതായത് നേരത്തെ ചാടിയ കക്ഷി 2 സുഹൃത്തുക്കളെ കൂടെ കൊണ്ടുപോയി ടൗൺ കാണാൻ വേണ്ടി ബോറടിച്ചപ്പോ 3 പേരൂടെ ചാടിയിരിക്കുകയാണ്. ഇപ്പോ 2 പേര് നിലവില് 2 പേര് മൃഗശാലയിലെ ഈ മരത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ഒരാള് ചാടിപ്പോയിട്ടുണ്ട്. അതെങ്ങോട്ട് പോയി എന്നുള്ളത് ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ മൃഗശാലയുടെ മതിലുകളോട് ചേർന്ന് വലിയ കിടങ്ങ് തീർത്തിട്ടുണ്ട്. ഈ മൃഗങ്ങൾ കുഴപ്പക്കാരൊക്കെ ചാടിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് വലിയൊരു കിടങ്ങ് തീർത്തിട്ടാണ് ഇവരെ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോ ഇന്നിപ്പോ രാവിലെയാണ് ചാടിയത്. ഇപ്പൊ ഇത്രയും നേരമായിട്ടും ഒരാൾ എവിടാന്ന് അറിയില്ല. 2 പേര് ആ മരത്തിന്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. ഇവരെ പ്രകോപിപ്പിക്കാൻ പറ്റത്തില്ല. വിരട്ടി താഴെ ഇറക്കാമെന്നുള്ള പരിപാടിയൊന്നും അങ്ങോട്ട് എടുക്കത്തില്ല. അതൊന്നും ആ കച്ചവടം അങ്ങോട്ട് എടുക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇത് കാണിച്ച് പെൺകുരഞ്ഞ് കുരങ്ങുകളാണ്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഇത് എന്താ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ട് ആകർഷിച്ച് മാത്രമേ ഇവരെ താഴെ ഇറക്കാൻ പറ്റൂ. പക്ഷെ ഇത്രയും ദിവസവും ഒരു എന്താ പറയാ ഒരു കൂട്ടിനകത്ത് കഴിഞ്ഞവർ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ കുരങ്ങുകളാണ്. അവരവരുടെ സ്വഭാവം കാണിക്കും. അവരവരുടെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അവരെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനമല്ല അവിടെ. ഇത് സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത ഉണ്ടോ? പല പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അവിടെ മൃഗങ്ങള് ചത്തുപോകുന്നുണ്ട്. അപ്പോ അതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ അന്വേഷണം അവിടെ നടത്തണം. അവിടെ എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ തുടർച്ചയായിട്ട് ചത്തുപോകുന്നത്? അവിടുത്തെ സിംഹം ചത്തുപോയി, അത് പ്രായാധിക്യം കൊണ്ടാണ് ചത്തത്. അല്ലാതെ വേറെയും മൃഗങ്ങൾ അവിടെ ചാവുന്നുണ്ട്. അത് വലിയ വാർത്തയായിട്ട് ഈ മൃഗശാലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. പോയിട്ടുണ്ടോ? ഞാൻ അവിടുന്ന് വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കുരങ്ങുകളെ ഇപ്പൊ എങ്ങനെയും താഴെ ഇറക്കിയേ പറ്റൂ. കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇനി ഈ 3 പേരും കൂടെ ഇങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സമാധാനം പോകും. മറ്റേത് പോയിട്ട് ഇവിടുത്തെ ഫ്ലാറ്റിനെയൊക്കെ മേളിൽ പോയിരുന്നു ജീവനക്കാർ. നമ്മുടെ സമാധാനമല്ല, ജീവനക്കാരുടെ സമാധാനം പോകും. പിന്നെ മാത്രമല്ല, ഇത് എവിടെയെങ്കിലും ചത്ത് കിടക്കുന്നു കാണുമ്പോൾ ഒരു ദുഃഖമാണ്. ഈ ഹനുമാൻ കുരങ്ങുകള് ഇത് ഒരു എന്താ പറയാ, അത് എവിടെയെങ്കിലും പോയി ലൈൻ ഉണ്ടല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പല ലൈനുകളും നമുക്ക് ഓഫ് ചെയ്യേണ്ടി വരും. ഇത് ചാടിയാലുള്ള പ്രശ്നം മനസ്സിലായോ? ചാടിയ ലൈൻ ഓഫ് ചെയ്യും, കറണ്ട് ഉണ്ടാവില്ല. അങ്ങനെ അതാണ് ഈ സാധാരണക്കാരുടെ, അതായത് ഇവിടുത്തെ താമസക്കാരുടെയും കച്ചവടക്കാരുടെയൊക്കെ കിളി പോകും. ഇതാണ് ഇതിന്റെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം. ദിവസം മുഴുവൻ വൈദ്യുതി ഇല്ലാതെ, ദിവസമൊന്നല്ല കിട്ടുന്നിടം വരെ വൈദ്യുതി ഇല്ലാതെ എങ്ങോട്ട് ചാടിയാലും ആ ഭാഗത്തെ ലൈൻ അവർ ഓഫ് ചെയ്യും. KSEB അപ്പൊ തന്നെ ലൈൻ ഓഫ് ചെയ്യും. കാര്യം അത് അതിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതിന്റെ ജീവൻ പോകും. ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഈ കുരങ്ങുകൾ
പണ്ട് ശാസ്താംകോട്ടയിൽ ഞാൻ ഒരു വാർത്ത ചെയ്തു. ശാസ്താംകോട്ട കുരങ്ങൾക്ക് കുരങ്ങളുടെ ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടില്. അപ്പോ അവിടെ ഒരു വാർത്ത ചെയ്തു. അപ്പൊ അവിടെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കുരങ്ങുകൾ വലിയ ശല്യമാണെന്ന് പറഞ്ഞു. വലിയ ശല്യക്കാരാണ്. അവിടെ 2 വിഭാഗക്കാരാണ്, ചന്തക്കുരങ്ങളും ഉണ്ട്, അമ്പലക്കുരങ്ങളും ഉണ്ട്. അപ്പൊ ഈ ചന്തക്കുരങ്ങളായിട്ടുള്ള ഒരു വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു. അവര് വില്ലന്മാരാ. അപ്പൊ ഇത് കോവിഡ് സമയം, ലോക്ക്ഡൌൺ സമയം കൂടിയാണ്. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് ഞാൻ കുരങ്ങിനെ എടുക്കാൻ പോയതല്ല, ഞാൻ മറ്റെന്തോ വാർത്ത പ്രധാനപ്പെട്ട എടുക്കാൻ പോയി. അപ്പൊ ചെന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതുകൂടെ എടുത്തിട്ട് വരാന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഇവർക്ക് നാട്ടുകാർക്ക് ഇവരെ പറ്റി വലിയ പരാതിയാണ്. ചന്തകുരങ്ങൾ ഇവര് വലിയ പ്രശ്നക്കാരാണ്. ആരെയും വഴിയൊന്നും നടത്തത്തില്ല എന്നൊക്കെയാണ്. വഴിയൊന്നും നടത്തത്തില്ല, ആകെപ്പാട് അക്രമകാരികളാണ്, പ്രശ്നക്കാരാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഈ അമ്പലക്കുരങ്ങളിലേക്ക് ശ്രദ്ധ പോയി എന്റെ. അവര് വളരെ ഡീസന്റ് ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവര് പൊതുവെ കാണിക്കുന്ന അക്രമത്തിന് ഉപരിയായിട്ടുള്ള അക്രമമാണ് ഈ ചന്തക്കുരങ്ങൾ കാണിക്കുന്നത്. അവര് പിന്നെ DB കോളേജ് ഉണ്ടല്ലോ, DB കോളേജിന്റെ അകത്ത് പോയി പിള്ളേരുടെ ഫുഡൊക്കെ എടുത്തോണ്ട് കളയും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അവർക്കുണ്ട്. അതൊക്കെ സാധാരണ അവർ കാണിക്കുന്ന സ്ഥിരം കലാപരിപാടിയാണ് അവരുടെ. ഇതൊന്നും അല്ലാത്ത വലിയ അക്രമങ്ങൾ അവരോട് കാണിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്താണ് ഇത്രയും വലിയ അക്രമം കാണിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്പലക്കുരങ്ങൾക്ക് അവർക്ക് നല്ല ഫുഡ് കിട്ടുന്നു, അവിടെ ആളുകൾ അവിടെ ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഈ ലോക്ക്ഡൌൺ ആയപ്പോ ഒന്നും കിട്ടുന്നില്ല. ഇവർക്ക് ലോക്ക്ഡൌൺ ആയപ്പോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് വാർത്ത ചെയ്തു. അതായത് വിശപ്പാണ് ഇതിന്റെ വിഷയം. ഈ കുരങ്ങുകൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം വിശപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ചെയ്തു. അല്ല, വാടക കിട്ടിയ സാധനം, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അപ്പോ ഈ സാധനം പിന്നെ ഇങ്ങനെ കുരങ്ങുകളുടെ ഒരു സ്വഭാവമുണ്ട്. അവർക്ക് വിശക്കുമ്പോൾ അവര് കൂടുതൽ അക്രമം കാണിക്കും. കുരുത്തക്കേട് അവരുടെ കയ്യിലുണ്ട്. കുരുത്തക്കേട് അവരുടെ കയ്യിൽ, അത്യാവശ്യം കുരുത്തക്കേടുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാല് അവിടെ ഞാൻ ഈ ചന്തക്കുരങ്ങ, അവിടുത്തെ ചന്തക്കുരങ്ങളുടെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അവിടെ നിന്ന് പിന്നെ തേങ്ങ അടത്തി അതിന്റെ ഉടമയെ തന്നെ എറിയും. അവിടുത്തെ അതിന്റെ ഉടമയെ തന്നെ എറിയും. എന്നിട്ട് പൈപ്പൊക്കെ വന്ന് തുറന്നിട്ട് കളയും. എന്നിട്ട് ടാങ്കിന്റെ അടപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ അകത്ത് ഇറങ്ങി കുളിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവരവിടെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോ നമ്മുടെ മൃഗശാലയിൽ നിന്ന് ചാടിയിരിക്കുന്ന കുരങ്ങുകളുടെ വിഷയം എന്ന് പറയുന്നത് വളരെ പ്രശ്നകരമായിട്ടുള്ള തിരുവനന്തപുരം നിവാസികളെയൊക്കെ ഒരു എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ്. അത് ഇവരിങ്ങനെ കറങ്ങി നടക്കുന്നതോടെ ഞാൻ പറയുന്നത് അവര് ലൈൻ ഓഫ് ചെയ്തുകൊണ്ടേയിരിക്കും. ലൈൻ ഓഫ് ചെയ്ത് ഇങ്ങനെ കൊണ്ടേയിരിക്കും. ഇത് അശ്രദ്ധയാണ്, അവരുടെ ജീവനക്കാരുടെ അശ്രദ്ധയാണ്. മാത്രമല്ല അവിടെ ഈ മൃഗങ്ങൾ ചാവുന്നതും ഒക്കെ സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയതാണ്. ഞാൻ അവിടെ പോയി പിന്നെ കണ്ടതാണ് കാഴ്ചകളൊക്കെ. എനിക്കത് നന്നായിട്ട് മനസ്സിലായതാണ്. അവരുടെ കുറേ പ്രശ്നങ്ങൾ അവിടെയുണ്ട് ആ സൂവിനകത്ത്. നമുക്ക് ഈ ഇതൊക്കെ സംബന്ധിച്ച്, അതായത് ഇവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ അളവൊക്കെ സംബന്ധിച്ച് ഒരു അന്വേഷണം പിന്നെ ഇവിടെ നടത്തണം. കാര്യം ഇതിലൊക്കെ അഴിമതി ഉണ്ടോ എനിക്ക് സംശയമുണ്ട്. മൃഗങ്ങൾ കൊടുക്കുന്ന അതിനകത്ത് ചോദിക്കത്തില്ലല്ലോ. അതെ, കൃത്യമായി കൊടുക്കണമെന്നില്ല. ഇവർക്ക് വേണ്ടി വാങ്ങി കൂട്ടുന്നെന്ന് പറഞ്ഞിട്ടേ ഇതിലൊക്കെ വലിയ തട്ടിപ്പ് നടത്താൻ പറ്റുമെന്നേ ഒട്ടും ഇതില്ല. എങ്ങനെ ഒരു സംശയങ്ങൾ തോന്നുന്നു നമുക്ക്. എനിക്ക് തോന്നിയ സംശയമാണ്. ഒരു ജേർണലിസ്റ്റ് എന്നുള്ളതിലേക്ക് ഞാൻ അവിടെ വാർത്ത എടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പിന്നെ മൃഗങ്ങൾക്ക് ഈ ഐസ് ബ്ലോക്കുകളൊക്കെ വെച്ച് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ വാർത്ത എടുക്കാൻ പോയതാണ്. അങ്ങനെ അതിന്റെ വാർത്ത എടുക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഇതിലേക്ക് കുറെ ഡൗട്ട് തോന്നിയത്. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ട്രാൻസ്ഫർ ആയി പോയി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും, ട്രാൻസ്ഫർ ആവാൻ പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തോളെ. കുരങ്ങുകൾ ധാരാളം ഉള്ള ഒരു ജില്ലയും കൂടാണ് നമ്മുടെ ജില്ല. അതറിയാം, നമ്മളിപ്പോ ഈ കിഴക്കൻ നിങ്ങളുടെ ആ മേഖലകളില് കുരങ്ങുകളുടെ ഒരു കേന്ദ്രം. നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ അവിടെ കൊണ്ടുവന്നു വിട്ടു. എവിടുന്ന്? ശാസ്താംകോട്ടയിൽ നിന്ന് കുറെ പേരെ പിടിച്ച്. അത് ഈ ചന്തക്കുരങ്ങൾ ഇപ്പൊ അവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചന്തക്കുരങ്ങള് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചന്തക്കുരങ്ങളെ ഇതുപോലെ പിടിച്ച് ഞാൻ പറഞ്ഞ വാർത്തയ്ക്ക് ഒരുപാട് വർഷം മുമ്പ്. പക്ഷെ അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ ചന്തക്കുരങ്ങ്. കോവിഡ് സമയത്തൊക്കെ ഉള്ള മറ്റവർക്കെന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് ഇലയിലൊക്കെ അവർക്ക് ആപ്പിളും ഓറഞ്ചും ഒക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ മലമേൽ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, മലമേൽ നമ്മള് ആയൂര് ചെന്നിട്ട് ഈ വാളകം ചെന്നിട്ട് അകത്തോട്ട് വരുന്ന അഞ്ചലിലോട്ട് പോകുന്ന റൂട്ട് മലമേൽ ഞാനവിടെ നമ്മുടെ സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോകും. അപ്പൊ അവിടെ ഇതുപോലെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ മലയുടെ മുകളിൽ ക്ഷേത്രവും അതോട് ചേർന്ന് മലയുമാണ്. അവിടെ നിന്ന് നല്ല രസമാണ് കാണാനൊക്കെ. കുരങ്ങൾ ഇങ്ങനെ കയറി വരും. ഒരു പ്രാവശ്യം ചെന്നപ്പോ എന്റെ കയ്യിൽ ഒരു ബാഗോ ഒരു പൊതിയോ ഏതാണ്ടുണ്ട്. അപ്പൊ ഈ കുരങ്ങൾ എന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കും. ഒരാൾ ആദ്യം വന്നു,
അപ്പൊ നമുക്ക് ഒന്നും തോന്നുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അടുത്ത ഓരോരുത്തർ വരിക. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നടക്കുന്നതനുസരിച്ച് ഇവന്മാർ കൂട്ടത്തോടെ നമ്മുടെ പുറകിൽ ഇങ്ങനെ വരിക. അപ്പൊ അവർക്കൊന്നും അങ്ങനെ അധികം ആഹാരം കിട്ടുന്ന കുരങ്ങുകളല്ല. അവിടെ ചെല്ലുന്ന ആളുകൾ എന്തെങ്കിലും കൊടുക്കുന്നതേ ഉള്ളൂ. അത് ഇങ്ങനെ കയറി വരും. അപ്പൊ ഞാൻ അവസാനം ഇതെടുത്ത് ഷർട്ടിന്റെ അവിടെ കയറ്റി വെച്ചിട്ട് നടക്കാൻ തുടങ്ങി. നിങ്ങളെ തന്നെ അവരെ എടുത്തോണ്ട് കളയും. നിങ്ങൾ ഷർട്ടിന്റെ അടുത്ത് വെച്ചാൽ നിങ്ങളെ തന്നെ അവർ എടുത്തോണ്ട് കളയും. അതിങ്ങനെ ഒരു സ്വഭാവം. എന്തായാലും 3 പേരെ തിരിച്ചു കിട്ടട്ടെ. ഇത്രയും അതില് ഇവരുടെ സമാധാനം പോവും. നമുക്ക് അതിനെ ചത്തു കിടക്കുന്ന കാണാനും പറ്റില്ല. അത് വലിയ ദുഃഖമുള്ള കാഴ്ചയും കൂടിയാണ്. പിന്നെ ഈ ലൈൻ ഓഫ് ചെയ്ത് KCB എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഓഫ് ചെയ്യണമെന്ന്. ശരി.